മൂലയിൽ കിടക്കും. എന്താ അത് നോക്കിയൊക്കെ സാബുവിന്റെ പോക്കറ്റിൽ നിന്ന് വീണതാന്നത്. ഫോൺ തുറന്നു നോക്കിയാലുണ്ടാവും എന്റെ പ്രിയമുള്ള സാബുവിന് എന്നെ കാണാണ്ട് പോയതെന്ന് സാബുവിന്റെ മാത്രം തന്നെ. അത് വായിച്ച അക്ഷരം കണ്ടതുലിയുമ്പോ ബാലനുണ്ടല്ലോ എന്തോ ഒന്നാകെ എന്തൊക്കെയോ കത്തി ചാമ്പലായ പോലത്തെ ഒരവസ്ഥ കേട്ടോ. പടി ഒന്ന് ആലാക്കി മടക്കി പറയും, അമ്മക്ക് ഇത് എവിടുന്നാ കിട്ടിച്ച വേഗയിൽ തന്നെ വെച്ചോ. ഇനിയിപ്പോ ഇതിനെപ്പറ്റി അവനോട് ചോദിക്കാനും നിൽക്കണ്ട, അവൻ്റെ അടുത്ത് നിന്ന് കേൾക്കൂട്ടാ. ഇത് കണ്ട വിവരേ പറയണ്ടാറേ. ആണാറിന് അമ്മ അതിൽ തന്നെ വെച്ച് വേഗം മടക്കി വേഗം തീരുട്ടോ. പോകാൻ പോലായി പോയിരിക്കട്ടോ അവനെ. അപ്പൊ അമ്മയ്ക്ക് മോനെ കാപ്പി കൊണ്ട് കൊടുക്കും. അപ്പൊ കാപ്പി അങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു ആലോചനയിലിരിക്കും. ഓനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടോ. എന്താ വെച്ചാല് ഓനെപ്പോഴും ശാലിന്റെ വീട്ടിൽ പോണതാ. ബാബുവിന്റെ ഫ്രണ്ടല്ലേ, അവര് പഠിക്കുമ്പോ അവിടെ ഇരിക്കും, ഓരോ ബുക്ക് നോക്കും, ശാലിനി എഴുതുന്ന നോക്കും, ഒക്കെ ചെയ്യും. ശാലിന്റെ എഴുത്താണെന്ന് പെട്ടെന്ന് മനസ്സിലായിട്ടോ അത് ശാലിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അങ്ങനെ ഓയെ പിന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുക, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ല, ഏട്ടനെ പോലെയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ശാലിനി സാബുവിനെയാണോ ഇഷ്ടപ്പെട്ടത്? അപ്പൊ ചോദിക്കും, സാബുവിൽ എന്താ അവള് പ്രത്യേകത കണ്ടത്? അപ്പൊ സാബുവിനെ പോലെ ഞാനും സൗന്ദര്യമില്ലേ, സാബുവിന്റെ ഏട്ടനല്ലേ, സാബുവിനെ പോലെ തന്നെ സൗന്ദര്യമുണ്ട്. പക്ഷെ സാബുവിന്റെ അത്രയ്ക്കൊരു ഇച്ചിരി കൂടി മെലിഞ്ഞിട്ടാണ്. ബാക്കിയൊക്കെ നിറവും കാര്യമൊക്കെ ഉണ്ടാവില്ല, ഭംഗിയൊക്കെ തന്നെയാണ്. പിന്നെ എന്താ അങ്ങനെ വന്നേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കട്ടോ. അപ്പൊ എന്താ സാബുമ്മ കുളിച്ച് വന്ന് ഇങ്ങനെ തോർത്തണപ്പോ സാബുവിനെ ആദ്യമായിട്ട് കാണാൻ വരെ അനിയനെങ്ങനെ നോക്കുക. പിന്നെ ഇതിനകത്ത് സൗന്ദര്യം എന്താ ശാലിനെ മയക്കാൻ പറ്റിയപ്പോ തോർത്തി കണ്ട അവന്റെ ചെറുള്ള മുണ്ടിണ്ടല്ല ഒരു പ്രത്യേക ഭംഗിട്ടോ. പോനെ ഒരു പ്രത്യേകത തോന്നുക അനിയനെ അപ്പൊ കാണാൻ നോക്കുക. അപ്പടിയോ സാബു വിളിച്ച് പറഞ്ഞോ ഏട്ടന്റെ നേരെ തിരിയും, എന്താട്ടാ പറയും. അപ്പൊ അങ്ങനെ നോക്കി അപ്പടിയോ എന്ത് ചെയ്യാ മുഖം ഇങ്ങനെ മലത്തിങ്ങനെ തുടയ്ക്കുമ്പോ തന്നെ മോതിര തിളങ്ങുന്നു. എഴുത്തുള്ള മോതിരം എടുത്തു വന്ന മുഖം തുടച്ച പറഞ്ഞേ. അപ്പൊ അവന് അപ്പോഴും അവന്റെ മനസ്സിൽ ഒരു എന്തോ ഒരു സ്പാർക്ക് വരും. അപ്പടി അവൻ പറയാ, സാപ്പ് ഇങ്ങോട്ട് വാ, അപ്പൊ അടുത്തേക്ക് ചെന്ന് എന്തായിട്ടാന്നില്ല പടിയെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കൂ. ഇത് ശാലിനിന്ന് പേര്. വൃത്തിക്കാണ് മനസ്സിലായി, അവനല്ലെങ്കിലേ മനസ്സിലായി. ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോ അവന് മനസ്സിലായി ശാലിന്റെ. അപ്പൊ ചോദിച്ചു, ഇതപ്പൊ നടന്നേ? ആ അതൊക്കെ നടന്നു. അവൻ കൈ കൊണ്ട് വെച്ച അതൊക്കെ നടന്നു. അപ്പൊ പറയാ എന്ന് ആ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടന്ന് അങ്ങനെ തന്നെ. അപ്പൊ ചോദിക്കൂ, ഓക്കെന്നെ ഇഷ്ടമാണ് ഏട്ടാ അമ്മ കേക്കണ്ട? അപ്പൊ പറയും, അമ്മ കേൾക്കാനൊന്നുമില്ല. എന്റെ പോക്കറ്റിന്ന് ലെറ്റർ നിലത്ത് വീണിട്ട് അമ്മ എടുത്ത് നോക്കി വായിച്ചിക്കണേ. പക്ഷെ ആരാന്നൊന്നും അമ്മയ്ക്കറിയില്ല. അമ്മ ചിരിക്കാണ്. എന്റെ മോനെ ഏത് പെണ്ണാ ഇഷ്ടപ്പെടുന്നെന്ന് വെച്ചിട്ട് അത് പറഞ്ഞിട്ട് അമ്മ ചിരിക്കണേ. ആരാന്നറിയില്ലല്ലോ, പേരൂരിയല്ലേ.